മറ്റു വാർത്തകളിലേക്ക് നോർവേ ചെസ്സിലെ ചരിത്ര കിരീട നേട്ടത്തിന്റെ ആവേശത്തിലാണ് ആർ പ്രജ്ഞാനന്ദ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ഒപ്പം ചെസ് കളിക്കാൻ ക്ഷണിച്ചാണ് പ്രജ്ഞാനന്ദയെ വിജയ് സ്വീകരിച്ചത്. സിഎമ്മിന് ചെക്ക്. നോർവേ ചെസ്സിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായതിന് പിന്നാലെയാണ് പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ഓഫീസിൽ ക്ഷണിച്ച് സ്വീകരണം ഒരുക്കിയത്. 50 ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രജ്ഞാനന്ദയ്ക്ക് വിജയ് സമ്മാനിച്ചത്. വിജയ് പ്രജ്ഞാനന്ദയ്ക്കൊപ്പം ചെസ് കളിച്ച ദൃശ്യങ്ങളും പുറത്തുവന്ന ആ ദൃശ്യങ്ങളിലേക്ക്. ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസൺ, ലോക ചാമ്പ്യനും ഇന്ത്യൻ താരവുമായ ഡി ഗുഗേഷ് തുടങ്ങിയ താരങ്ങളെല്ലാം പിന്തള്ളിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര നേട്ടം. എന്തായാലും മുഖ്യമന്ത്രി വിജയുടെ ചെസ്സിലെ സ്കിൽ കണ്ട് ഞെട്ടിയെന്നാണ് പ്രജ്ഞാനന്ദയുടെ പ്രതികരണം. മനീഷ മാത്യു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ, സിനിമയിൽ അഭിനയിക്കാനും ഭരിക്കാനും മാത്രമല്ല ചെസ് കളിക്കാനും തനിക്കറിയാം എന്ന് വിജയ് തെളിയിച്ചിരിക്കുന്നു. എന്തായാലും ലോകതലത്തിൽ വലിയ വിജയം നേടിയ പ്രജ്ഞാനന്ദയോട് അല്പം നല്ല രീതിയിൽ തന്നെ ചെസ് കളിക്കാൻ വിജയ്ക്കായി. രുജിഷ, തീർച്ചയായും കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ വൈറലായി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രജ്ഞാനന്ദ പറയുന്നത് എങ്ങനെയാണ്, തന്നെ അവിടേക്ക് വിജയ് ക്ഷണിക്കുന്നു, അതിനോടൊപ്പം തന്നെ ആദരവൊക്കെ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട്. 50 ലക്ഷം രൂപയുടെ ചെക്ക് നൽകുന്നു, അതുകൊണ്ട് തന്നെ ആദരവും നൽകുന്നുണ്ട്. അതിനുശേഷം വിജയാണ് പ്രജ്ഞാനന്ദയോട് പറഞ്ഞത്, നമുക്കൊരു ചെസ് കളിക്കാം, താങ്കളുടെ കയ്യിൽ ചെസ് ബോർഡ് ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ പ്രജ്ഞാനന്ദ അമ്മയോടൊപ്പമാണ് പോയത്. അപ്പോൾ തന്നെ ചെസ് ബോർഡുമായി വരികയും കരുക്കൾ നിരത്തി ഒരു മത്സരത്തിലേക്ക് തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ പ്രജ്ഞാനന്ദ പറഞ്ഞത് ഇങ്ങനെയാണ്, വിജയ് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ചെസ് കളിക്കുന്നതിനെ പറ്റി താൻ കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ ഗ്രാൻഡ് മാസ്റ്ററായിട്ടുള്ള നോർവേ ചാമ്പ്യന് മുമ്പിൽ വിജയ്ക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോഴും മികച്ച നീക്കങ്ങൾ കൊണ്ട് നോർവേ ചാമ്പ്യനെ തന്നെ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തന്നെ അത്ഭുതപ്പെടുത്താൻ വിജയ്ക്ക് കഴിഞ്ഞിരിക്കുന്നുള്ളത് ഏറ്റവും രസകരമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ആ നോർവേയിലെ മത്സരം കൂടി എടുക്കുകയാണെങ്കിൽ അത് വിജയുടെ കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു സാമ്യത കൂടിയുണ്ട്. കാരണം ആദ്യ മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോഴത്തേനും പ്രജ്ഞാനന്ദ പുറകിലായിരുന്നു ഏകദേശം 5.5 പോയിന്റുമായി. പക്ഷേ അവസാനം 4 മത്സരങ്ങളിൽ ഒരു 4 തുടർച്ചയായ ജയങ്ങളോടെയാണ് പ്രജ്ഞാനന്ദ ഈ കിരീടത്തിലേക്ക് എത്തിയത്. വിജയുടെ കാര്യം കരിയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, പലപ്പോഴും അദ്ദേഹത്തിന് ചില വീഴ്ചകൾ സംഭവിക്കുകയും പിന്നീട് തുടർച്ചയായ വിജയങ്ങളിൽ നിന്ന് ഒടുവിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ സ്വീകരണമാണ് വിജയ് പ്രജ്ഞാനന്ദയ്ക്ക് വേണ്ടി ഒരുക്കിയത്. അതിനോടൊപ്പം തന്നെ താരവുമായി ഒരു ചെസ് കളിക്കാനും വിജയ് ധൈര്യപ്പെട്ടിരിക്കുന്നു. രജീഷ്. ശരി മനീഷ്.